എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ സാധനമാണ് കൊണ്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഞങ്ങൾ ചിലർക്കെങ്കിലുമൊക്കെ അറിയാം എങ്ങനെ ഉണ്ടാക്കുന്നതായാലും എന്താണെന്നല്ലേ, പീനട്ട് ബട്ടർ. അതായത് നമ്മുടെ കപ്പലണ്ടി ഉണ്ട്, അതായത് നിലക്കടല കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. നമ്മൾ ഈ സാധനം കടയിലൊക്കെ പോയി വലിയ വില കൊടുത്തൊക്കെ വാങ്ങിക്കാറുണ്ട്, ബ്രെഡിനകത്ത് കത്തി അല്ലാതെ ചപ്പാത്തികളോട് കഴിക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ആ സാധനം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അത് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും, വളരെ കുറച്ച് ചേരുവകൾ മതി. അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ പ്രോട്ടീൻ റിച്ചാണത്. വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെയാണ് ഇവിടുത്തെ വണ്ണം വെക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും പ്രോട്ടീൻ റിച്ചാണ്, ആരോഗ്യത്തിന് നല്ലതാണത്. പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും നല്ല സാധനമാണ്. നമുക്കപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കി നോക്കാം, അതിനെന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. എളുപ്പം നമുക്കൊന്ന് ഉണ്ടാക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം, അതെങ്ങനെയാണ് കണ്ടുവരാം. അതിനായിട്ട് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് കപ്പലണ്ടി, പച്ചക്കപ്പലണ്ടി തൊലിയോടുള്ളതാണ് എടുത്ത് വെച്ചേക്കുന്നത്. തൊലി ഇല്ലാത്തതാണെങ്കിൽ നല്ലതാണ്, ഉപ്പില്ലാത്തതായിരിക്കണമെന്നേ ഉള്ളൂ. തൊലി ഇല്ലാത്ത കപ്പലാണെങ്കിൽ നല്ലതാണ്. അതൊന്നും നമ്മളൊന്നുകൂടെ ചൂടാക്കേണ്ടി വരും. തൊലിയില്ലാത്ത വറുത്ത കപ്പലിൻ്റെ ആണെങ്കിൽ. പച്ചക്കപ്പലിനാണെങ്കിൽ നമ്മളൊന്ന് കൂടുതൽ മൂത്ത് പോകും ചിലപ്പോൾ തൊലിയില്ലാത്ത ഉണ്ടാക്കിയാൽ. ഇപ്പം ഞാനതുകൊണ്ട് തൊലി ഉള്ളത് തന്നെയാണ് എടുത്തേക്കുന്നത്. ഇതാകുമ്പം നമുക്ക് വറുത്തിട്ട് തൊലി ഒന്ന് കളഞ്ഞെടുത്താൽ മതി. ഇപ്പം അതേണ്ട നല്ലൊരു മഴ പെയ്യുന്നുണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത്. അതുകൊണ്ട് പറയുന്നതൊക്കെ ശരിക്കും കേൾക്കാൻ ഒന്നും എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ മാക്സിമം സൗണ്ട് ഇട്ട് പറയുകയാണ്. നമുക്കിനി ഇതിനെ ഒന്ന് വറുത്തോണ്ട് വരാം. കപ്പലിൻ്റെ വറക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെവിട് കട്ടിയുള്ള പാത്രം അടുത്ത് വെച്ചിട്ട് നല്ല വലിയൊരു വിസ്താരമുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കപ്പലിൻ്റെ ഇട്ട് കൊടുക്കാം. ഞാനിത് അതിനകത്ത് 3/4 കിലോ തികച്ചില്ല, ഏതാണ്ട് അത്രയും കപ്പലിൻ്റെ ഉണ്ട്. ഇതിന് നമുക്കിനി നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോകരുത്, തൊലി ഇളകുന്ന പരുവത്തിൽ വറുത്ത് വരികയാകുള്ളൂ. ഒരുപാട് കരിഞ്ഞു പോകരുത്, മൂത്ത് കിട്ടുകയും വേണം. നമുക്കൊന്ന് വറുത്തെടുക്കാം. പലരും എന്നോട് ചോദിക്കാറുണ്ട് എൻ്റെ വീഡിയോസൊക്കെ വീഡിയോ എടുത്തു തരുന്നത്, ആരാണ് എഡിറ്റ് ചെയ്ത് തരുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ തന്നെ എടുക്കുന്നത്, എഡിറ്റ് ചെയ്ത് പ്രത്യേകിച്ചില്ല. ലൈവായിട്ട് മിക്കവാറും മിക്ക വീഡിയോയ്ക്കും ഞാൻ ലൈവായിട്ട് സൗണ്ട് കൊടുത്ത് പോവുകയാണ്. പിന്നെ എടുത്തു വെക്കുന്ന വീഡിയോ ഞാനൊരു മടിച്ചായതുകൊണ്ട് എനിക്ക് സമയമുള്ളപ്പോഴല്ല വീഡിയോ എടുക്കുന്നത്. എനിക്കൊരു മൂഡുണ്ടാവണം, വീഡിയോ എടുക്കാൻ മൂഡുള്ള സമയത്താണ് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള പാചകങ്ങൾ പരീക്ഷിക്കുകയും അതിൻ്റെ വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ പോസ്റ്റ് ചെയ്യുന്നു, അതുപോലെ ചില ദിവസം 2-3 വീഡിയോ ഒന്നിച്ചെടുക്കും. പോസ്റ്റ് ചെയ്യുന്നത് അതുപോലെ എനിക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ ആയിരിക്കും, എടുക്കുന്ന സമയത്തൊന്നും ആയിരിക്കത്തില്ല ഞാനൊന്നും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള പാളിച്ചകൾ പല വീഡിയോയ്ക്ക് എനിക്ക് വരാറുണ്ട്. തന്നെത്താനെ എല്ലാം ചെയ്തു വരുന്നതിനുള്ള പാളിച്ചകൾ വരാറുണ്ട്. അതിനെനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ തന്നെ ഇതെല്ലാം ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് അത്രയൊക്കെ പാളിച്ചകളൊക്കെ വരുന്നുണ്ടത്. എല്ലാവരും സഹകരിക്കണം. നമുക്കിനി വറുത്തെടുക്കാം. ഇത് എൻ്റെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം പൊട്ടിത്തുടങ്ങി തൊലിയൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇച്ചിരി കൂടെ മൂക്കാനുണ്ട്. മൂത്ത ചെറിയ മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ വറക്കുന്ന സമയത്ത് തീയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഹൈ ഫ്ലെയിമും ലോ ഫ്ലെയിമൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഹൈയും ലോയൊക്കെ മാറുന്ന വരും. അപ്പോൾ അതിലൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇളക്കി നിന്ന് പോയാൽ കരിഞ്ഞു പോകും. നമ്മുടെ കപ്പലിനെല്ലാം മൂത്ത് ആ തൊലിയൊക്കെ ഒന്ന് കറുത്ത നിറമായി അകവും മൂത്ത് നമുക്കൊന്ന് നോക്കേണ്ട. ഇത് കണ്ടോ, തൊലി ഇങ്ങനെ ഇളകി വരുന്ന പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ അണച്ച് കൊടുക്കാം. നമുക്ക് നല്ലപോലെ തണുത്ത് വരണം. നമുക്കൊരു മുറത്തിലോട്ട് കുടഞ്ഞിടാം. തണുത്തതിന് ശേഷം അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞിട്ട് വേണം ബാക്കി പരിപാടി. ഇതെല്ലാം ഞാൻ എൻ്റെ മുറത്തിലോട്ട് കുടഞ്ഞിട്ട് തന്നെ നിരത്തി വെച്ചും തണുപ്പിച്ച് തരട്ടെ. തണുത്തതിന് ശേഷം തൊലി കളഞ്ഞിട്ട് നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കേണ്ടതാണ്. പഴയ മുറം ഞാനിങ്ങനെ മതിക്കെല്ലാം പ്ലാസ്റ്റിക് മുറങ്ങളൊക്കെയാണ് കാണുന്നത്. ഞാനിത് പഴയ ഒരു മുറം, അന്ന് 2-3 സൈസ് മുറയില്ലേ ഇതിൻ്റെ. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ആവശ്യം ഉപയോഗിക്കാനായിട്ട് വെച്ചേക്കുന്നതാണ്. നമ്മൾ എല്ലാ കപ്പലിൽ വെച്ചെല്ലാം തണുത്തിന് നോക്കിൻ്റെ തൊലി ഒന്ന് നല്ലപോലെ കളഞ്ഞെടുക്കണം. ഇങ്ങനെ ഞെരുടി തൊലി കളയാം. അതല്ലെങ്കിൽ തുണിക്കകത്ത് കെട്ടി ഞെരുടി കണ്ടും കളയാം. മുറത്തിനകത്താകുമ്പോഴേ തൊലി കളഞ്ഞിട്ട് നമുക്കിതുപോലെ പാറ്റിയെടുക്കാം. അപ്പോൾ തൊലിയെല്ലാം പോയി കിട്ടും. നമുക്കിനി തൊലി കളഞ്ഞിട്ടുണ്ട് വരാം. ഈ കപ്പലിൻ്റെ എല്ലാം ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാവേ, ഈ കപ്പലിന് നമ്മൾ വച്ച് കഴിക്കത്തില്ലയോ, തൊലിയുള്ള കപ്പലിൻ്റെ വറുത്തത്, അത് വാങ്ങിച്ച് കഴിക്കുമ്പോൾ വേണ്ടി തൊലിയോട് ഇങ്ങനെ കഴിക്കാമെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഗ്യാസ് ഉണ്ടാകത്തില്ല, കപ്പലിൻ്റെ ഗ്യാസ് ആണെന്നും പറയും. പക്ഷെ തൊലിയോടെ കഴിക്കാമെങ്കിൽ ഗ്യാസ് ഉണ്ടാകത്തില്ലെന്ന് പറയുന്നത് കേട്ടു. അത് കഴിഞ്ഞ ശേഷം ഉണ്ടല്ലോ, അതിനുശേഷം ഞാൻ കപ്പലിൽ നിന്നാൽ വറുത്ത കപ്പലിൽ കടയിലൊക്കെ കാണുമ്പോൾ മണം കേൾക്കുമ്പോൾ വാങ്ങിച്ച് തിന്നണമെന്ന് തോന്നും, വറക്കുന്ന കപ്പലിൻ്റെ. അപ്പോൾ അത് വാങ്ങിച്ച് തിന്നുമ്പോൾ ആ തൊലിയോടെ തിന്നും ഞാൻ. എനിക്ക് പക്ഷേ ഗ്യാസിന് കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് സത്യമാണ് വിശ്വസിക്കുന്നത്. ഇനി നമ്മൾ വേണ്ട ആ കപ്പലണ്ടി മിക്സിയുടെ ജാറിനകത്തേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ആദ്യം
പൊടിച്ച് വെച്ചിട്ട് ഒരുപാടങ്ങ് പൊടിഞ്ഞില്ല, ഇച്ചിരി തരിയോട് കൂടിയാണ്. ആ തരിയോടുകൂടിയുള്ള പൊടി നമുക്കൊരു ഇച്ചിരി തന്നെ ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. നമുക്ക് അവസാനം ഉപയോഗമുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നല്ല തരിയുള്ള ഭാഗം വേണം മാറ്റി വെക്കാൻ. നമ്മൾ ഒരുപാട് പൊടിയാതെ കുറച്ച് ചെറിയ തരിയോടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഇതിനെ നമുക്കൊന്ന് പൊടിച്ചെടുത്തുണ്ട്, നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തുണ്ട് വരാം. ഇത് പൊടിഞ്ഞിട്ട് തന്നെ ചെറുതായിട്ട് അരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ലപോലെ അരഞ്ഞു വരണം. നമുക്ക് അതിനകത്തേക്ക് കുറച്ച് തേനൂടെ ഒഴിച്ചു കൊടുക്കാം. തേൻ ഒരുപാട് വേണ്ട. മധുരത്തിന് നമ്മൾ ചേർക്കുന്ന തേനാണ്, അതിൻ്റെ മധുരം മാത്രമാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ തേൻ, 1 കപ്പിന് 1.5 ടേബിൾ സ്പൂൺ അളവിൽ തേൻ ചേർത്ത് കൊടുക്കുക. ഇത് കൂടുതലുണ്ട്, ഞാനിത് കുറച്ച് 1 കപ്പേ ഇട്ടുള്ളൂ ഇപ്പോഴേ. എന്നിട്ട് നല്ലപോലെ അരച്ചുകൊണ്ട് വരാം നമുക്ക്. ഈ അരച്ചതിനെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് ആ കപ്പലിൻ്റെ എണ്ണയെല്ലാം കൂടെ വന്നിട്ട് കുഴഞ്ഞ പോലെ വരും. അതുപോലെ നല്ലപോലെ അരച്ച് കുറച്ച് വെള്ളമായ ഭാഗത്തൊക്കെ രീതിയിൽ അരച്ചെടുക്കണം നമുക്കിതിനെ. അതുകൊണ്ട് ബാക്കി കൂടെ എണ്ണ അരച്ചുകൊണ്ട് വരാം. നമ്മുടെ പീനട്ട് ബട്ടർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി കട്ടിയാണ്. ചിലപ്പം ഇത് കുറച്ചുകൂടെ എണ്ണ പോലെ വരും. ഇത് ഇച്ചിരി കട്ടിയാണ്. ഇനി നമുക്ക് ഇതിനകത്തൊക്കെ നമ്മൾ നേരത്തെ മാറ്റി വെക്കുന്ന പൊടിയില്ലേ, അതും കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്തിനാണെന്നറിയോ, നമ്മൾ പീനട്ട് ബട്ടർ എടുക്കുമ്പോൾ ഒരു ചെറുതായിട്ട് കടിക്കത്തില്ല ഇടയ്ക്ക്, അതിന് വേണ്ടിയിട്ടാണ്. ഇതുകൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ബ്രെഡിനകത്തോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടോ ഒക്കെ ചേർത്ത് കഴിക്കാനൊക്കെ സാധനമാണ്. എളുപ്പം ഉണ്ടാക്കിയെടുക്കാനൊക്കെ. നമ്മളിത് പൊടിച്ചേച്ച് നല്ലപോലെ പൊടിഞ്ഞതിന് ശേഷം, പൊടിഞ്ഞ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് വേണം തേൻ ഒഴിച്ചു കൊടുക്കാൻ. തേനിന് പോലെ ശർക്കരയോ പഞ്ചസാരയൊക്കെ ചേർക്കാം, പക്ഷേ അതിനേക്കാൾ നല്ലത് തേൻ തന്നെയാണ്, ഹെൽത്തി ആയിട്ടുള്ളത്. ഇത് കൂടുതലുണ്ടായിട്ടാണ് ഞാൻ മിക്സ് ചെയ്ത് വരുന്നത്. ഇങ്ങനെ മിക്സ് ചെയ്യേണ്ടി വരുന്നത് 2-3 ട്രിപ്പായിട്ട് അരച്ചെടുത്ത്, അതുകൊണ്ടാണ്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടെന്ന്. എന്തോ സാധനം അത് അരക്കുമ്പോഴോ എന്തോ സാധനം എന്നറിയാവോ? മനസ്സിലായി? ഇതാണ് നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കുന്ന പീനട്ട് ബട്ടർ. ഇത് നല്ലപോലെ എണ്ണയാകുമെന്നാണ് പറഞ്ഞേക്കുന്നത്, പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ട് അത്ര എണ്ണ ആയില്ല. ഒന്നുകൂടി ലൂസ് ആവണം, പക്ഷെ അത്ര എണ്ണ ലൂസ് ആവുന്നു. എനിക്ക് തോന്നുന്നു ആ എണ്ണ കുറവുള്ള കപ്പലിൻ്റെ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം കാണുമായിരിക്കും. നമ്മൾ തൊലിയോടല്ലേ എടുത്തത്, അപ്പം അതിൻ്റെ വല്ല വ്യത്യാസം. എന്നാൽ എനിക്കറിയില്ല, അതിൻ്റെ ആയിരിക്കും. നിറവും ഇച്ചിരി വലിയായിട്ട് വന്നില്ലേ. എന്തായാലും കുഴഞ്ഞിരിപ്പുണ്ട് ഇപ്പം അത്. പിന്നെ ഇത് നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിരുന്നാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ നല്ലിരിക്കും. എണ്ണായിരമായുള്ളതിന് തന്നെ വെളിയിൽ ഇരുന്നാൽ കൂടുതലിരിക്കത്തില്ലല്ലോ. അപ്പം ഇതാണ് വെളിയിൽ കുറച്ച് ദിവസം ഇരിക്കും. പക്ഷെ ഈ കപ്പലിൻ്റെ അകത്തുനിന്നൊരു എണ്ണ ഇടുന്നതുകൊണ്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ അത് കനച്ചു പോകുന്നൊരു സംശയമുണ്ട്. തേൻ മാത്രം, വേറെ ഒന്നും ചേർത്തില്ല. തേനും കപ്പലിൻ്റെയും മാത്രമുള്ള ഒന്നുമില്ല. അതിങ്ങനെ ഇരിക്കുന്ന. പക്ഷെ മധുരം ഉണ്ടോ? അത്യാവശ്യം മധുരം ടേസ്റ്റ് ഉണ്ട്. അതെനിക്ക് കപ്പലിൻ്റെ മൂത്തൻ്റെ ആണോ എന്താ പറയത്തില്ല. ഇച്ചിരി ഒരു നിറവും ഇച്ചിരി കൂടിയിട്ടുണ്ട്. ഇനി ഉണ്ടാക്കുന്നുള്ളതല്ല. ഇത് ആരെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇത്രയും മൂപ്പില്ലാതെ എടുത്തുണ്ടാക്കി നോക്കി. നല്ലപോലെ എണ്ണമയം കുഴഞ്ഞ കുഴഞ്ഞായിരിക്കുന്നേ. അത് നല്ലപോലെ പൊടിഞ്ഞതിന് ശേഷം അരഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ നമ്മുടെ തേൻ ചേർക്കാവുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി അങ്ങ് ചെയ്ത് കിട്ടുവാണെങ്കിൽ നമുക്കിനി കടയിലൊക്കെ പോയി വലിയ വില കൊടുത്ത് സാധനം വാങ്ങേണ്ട. വീട്ടിലുള്ള കുറച്ച് സാധനം, ഇച്ചിരി തേനും കപ്പലിൻ്റെയും മാത്രം കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ഒന്ന് ലൈക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഹൈപ്പ് ബട്ടൺ വരും, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം നമുക്ക് ഇനി ഇതുപോലെ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.